ആ ഹായ്, ഞാൻ അൻഷയാണേ. ഇത് എൻ്റെ മോള് അഞ്ചു ആണ് കേട്ടോ. അവളാണ് ഒരു അഞ്ചു ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയത്. ചാനലിനെ കുറിച്ചൊന്നും അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങിയതാണ്. അപ്പം നാത്തൂൻ്റെ മോളാണ് പഠിപ്പിച്ചു തന്നത്. ഒരു രണ്ട് ദിവസം അവരെ വീട്ടിൽ പോയപ്പോൾ അവരാണ് വീഡിയോ എടുക്കണത് എങ്ങനെയാണ്, ഇതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നത്. അത് ഇവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു, ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇത് കാണാനും ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോസ് മൊബൈലിൽ കാണുമ്പോഴൊക്കെ ഭയങ്കര താല്പര്യം. അപ്പം ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്കിതുപോലെ ചെയ്യണം അതുപോലെ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, പിന്നെ സമയമില്ല, ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആ മോള് പഠിപ്പിച്ചു കൊടുത്ത മാമി ഇങ്ങനെ ചെയ്താൽ മതി, ഇവളെ സമയം പോകില്ലേ, ഇവൾക്ക് സമയം വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കില്ലേ, അപ്പോൾ അതൊരു കാര്യം ഇപ്പോഴേ പഠിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെയാണ് അഞ്ചു ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തില്ല, വീഡിയോ അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഇട്ടത്. ഒന്നാമത് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പം ഇവൾക്കൊരു സന്തോഷമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ തുടങ്ങി വെച്ചത്. ചാനലിൽ വീഡിയോ ചെയ്യണതും അതിൻ്റെ എഡിറ്റിങ്, അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് വീഡിയോ കാണുമ്പോൾ നമ്മളെല്ലാവരും കരുതിയത് നല്ല എളുപ്പമാണ്, വെറുതെ ഒരു വീഡിയോ എടുക്കുക അതിങ്ങനെ അപ്ലോഡ് ചെയ്യുക കഴിഞ്ഞ കാര്യം എന്നാണ്. പക്ഷെ അത് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുള്ളത് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മോക്കും അവൾക്ക് കഴിയുന്ന രീതിയിലൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല, അതാണ് ബുദ്ധിമുട്ട്. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കണ പോലെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. സെറിബ്രൽ പൾസിയാണ്, അതുകൊണ്ട് പിന്നെ ഒരു കണ്ണിന് കാഴ്ചയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സംസാരിക്കണ മാതിരി വീഡിയോയിലൊന്നും സംസാരിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് സംസാരം വളരെ കുറച്ച് മാത്രം പറയണത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുക. ഒറ്റയ്ക്ക് മോൻ്റെ കൂടെയൊക്കെ മോൻ ചെറിയ എൻ്റെ മൂത്ത മോൻ്റെ കുട്ടീൻ്റെ അവൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കളിക്കും, സംസാരിക്കും, പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ വീഡിയോയിൽ വന്ന് ഒറ്റയ്ക്ക് പറയാനാണ് ബുദ്ധിമുട്ട്. അത് ക്രമേണ പഠിച്ചോളൂ, അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അവളൊരു ഇഷ്ടമല്ലേ എന്ന് കരുതിയിട്ടാണ് ഇത് തുടങ്ങിയത് കേട്ടോ. അപ്പം എല്ലാവരും സഹായം സഹകരണം സപ്പോർട്ടൊക്കെ വേണം. കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കണം. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ചില പ്രയാസങ്ങളൊക്കെയാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നല്ല വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ്. അതുവരെ ഞങ്ങളെ വീഡിയോയ്ക്ക് നല്ല ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ തരണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പറയാനുള്ളത്. കൂടുതൽ പഠിച്ചതിന് ശേഷം നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഇല്ല അഞ്ചോ, എന്താ എനിക്കൊന്നും പറയില്ലേ, പറയാം എന്താണ് പറഞ്ഞോ. പിന്നെ എന്തൊക്കെയാ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ പറഞ്ഞു, എവിടെയാ പഠിക്കണേ, എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കേ. ഞാൻ കൈവിലത്തിലാണ് പഠിക്കുന്നത്. അവിടെ കുറെ കുട്ടികളുണ്ട്, ഓരോ കൂടെ എൻജോയ് ചെയ്തിട്ട് പാട്ടും ഡാൻസ് ആയിട്ട് അങ്ങനെ പോകുന്നു. അങ്ങനെ പകൽ മുഴുവൻ അവരുടെ കൂടെ അങ്ങനെ പോകൂലേ. വൈകുന്നേരം 5 മണിക്കാണ് വീട്ടിലെത്തുക. അവിടെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഇല്ലേ? അവരൊക്കെ ആയിട്ട് എങ്ങനെ, നല്ല ജോലിയല്ലേ അവിടെ? ഓ, നല്ല ജോലിയാണ്. പിന്നെ ആരൊക്കെയാണ് അവിടെ ഉള്ളത് എനിക്ക് ഫ്രണ്ട്സ്? ആരൊക്കെയുള്ള ടീച്ചർ, പിന്നെ ആരൊക്കെയുള്ള, അവരെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ടീച്ചർ മിൻസി ടീച്ചർ, ആയ സതി ചേച്ചി, മീന ചേച്ചി, പിന്നെ നിങ്ങളെ കൊണ്ടുപോകണ ഡ്രൈവർ സുനിയാട്ടെ. അവരൊക്കെ എങ്ങനെ, നല്ല കമ്പനിയല്ലേ? നല്ല കമ്പനിയാണ്, നല്ല എൻജോയ് ആണ്. അപ്പോൾ അവിടെ പോകുന്നതല്ല എനിക്ക് ഏറ്റവും സന്തോഷം, ഫുൾ ഹാപ്പി. അപ്പോൾ അതൊക്കെയാണ് ഉള്ള വിശേഷങ്ങൾ. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.